തലയിൽ കണ്ടീഷണറൊക്കെ തേച്ച് തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കഴുകി കളഞ്ഞാൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ബത്തേല് മുടി വെട്ടാൻ വന്ന ദിവസം കൂടെ അല്ലേ പെരുന്നാളിനുള്ളൂ. ഇനി മുടി വെട്ടിയിട്ട് കുറച്ച് പെരുന്നാളിൻ്റെ തലേ ദിവസം ആയാലും ഭയങ്കര തിക്കും തിരക്കായിരിക്കും. അടുക്കാൻ പറ്റില്ല മുടി വെട്ട് കടയിൽ. അപ്പുറത്തന്നെ ഷോപ്പ്. നമുക്കപ്പോൾ ഷോപ്പിൽ കയറി മുടി വെട്ടാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് എന്നത്തെ ബത്തയ വൈബിൾ ഇതാണ്. ബത്തയ തെരുവ് ഇതാണ്. ഇത്ര ഉള്ളൂ. കാണുന്നത് തന്നെ ബത്തയ. കുറച്ച് കഴിയുമ്പോൾ ബത്തയ ആകെ ഡെവലപ്പ് ആവുന്ന പറയാം. ഗ്യാപ്പ് കിട്ടിയപ്പോൾ മൊബൈൽ ഡാറ്റ കയറ്റാനായിട്ട് ഇവിടെ ആകെ 2-3 സൂപ്പർ മാർക്കറ്റ് ഇതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ 2 കടകളും 3 ഹോട്ടലുകളും പാകിസ്ഥാനികളുടെ, പിന്നെ ഈ ഒരു മൊബൈൽ ഷോപ്പും. ഇവിടുത്തെ ടോപ്പപ്പ് എന്നൊക്കെ പറയുമ്പോ എന്ത് കഷ്ടമാണ്. നാട്ടിൽ 300 റുപ്യക്ക് അൺലിമിറ്റഡ്. ഇവിടെ തോനെ പൈസ കൊടുക്കണം. ഇപ്പോൾ റംസിന് ആദ്യം 1 GB കിട്ടിയായിരുന്നു. ഇപ്പോൾ അത് 60 നേരെ. അതായത് ഡെയിലി 1 GB 1 month. അതിപ്പോൾ നേരെ 60 തോന്നിയ പോലെയാണ്. മൊബൈൽ ഡാറ്റക്ക് ഒരു മയമില്ലാത്ത ഉറുപ്പ്യാണ്. എന്നിട്ടത് ചെയ്യാണ്ട് ഇപ്പം നമുക്ക് പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടുപോകും. അത് ചെയ്തു. 60 റുപ്യക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട്. നാളെ നോക്കി നോക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാഭമുള്ളത് നോക്കിയിട്ട് ചെയ്യാം. മുടി വെട്ടാനിരുന്നുണ്ട് കേട്ടോ. തപ്പിപ്പഴയിരിക്കും ഫുള്ള്. ബാൽ തോടാ സെറ്റ് कर दो, दाढ़ी अच्छा बनाओ. ओके, सही है. ईद में नहीं जा रहे. रूम में ഹരിശ്രീ അശോകനുണ്ട്. കാപ്പി തലയിൽ കണ്ടീഷണറൊക്കെ തേച്ച് തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഞാൻ ഓക്കെ പറഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് റൂമിൽ പോയിട്ട് കുളിച്ച് സെറ്റപ്പായിട്ട് നോക്കാം എന്താ അവസ്ഥ. അപ്പം അറിയുള്ളൂ. താടിയൊക്കെ ഇത്തിരി കൊള്ളായിട്ടുണ്ട്. എന്ത് ചെയ്യാ, ഇങ്ങനൊന്നും താടി ഞാൻ അധികം വെക്കലില്ല. മേലെന്ന് പഠിച്ചിട്ട് നോക്കി എന്താണെന്ന് കുളിച്ച് നോക്കിയിട്ട് റിസൾട്ട് നോക്കാല. അല്ലൊക്കെ ഉണ്ട് എന്താണ് ചട്ടി പരത്തിയ മാതിരിയുണ്ട്. അങ്ങനെ ഗായ്സ്, മുടി വെട്ടി കഴിഞ്ഞിട്ട് ഇതാണ് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള കോലം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുളിച്ച് കഴിയുമ്പോൾ ഒരു വൃത്തിമേനൊക്കെ. ഞാൻ വിചാരിച്ച് കൊള്ളാവുന്നു. കുഴപ്പമില്ല അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇന്നിടാനുള്ള വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ കുറച്ച് തിക്കും തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ പള്ളിക്ക് ഇറങ്ങണം. കുളിച്ച് നിസ്കരിച്ച് പള്ളിയിൽ പോകാൻ പോകണം. അപ്പോൾ നോമ്പ് തുറക്കണ അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാം. അതിൻ്റെ ഇടയിൽ ഇന്നിടാനുള്ള വീഡിയോസ് അപ്ലോഡ് ആക്കണം. കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പഠിച്ചു വരാനുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഉഷാറാവട്ടെ. ഭാവിയിൽ നല്ലൊരു യൂട്യൂബർ ആവാൻ നിങ്ങളൊക്കെ ഒന്ന് കനിയണം. എല്ലാവരും ഉഷാറാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പള്ളിക്കാം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല സൺസെറ്റോട് കൂടിയിട്ടുള്ള നോമ്പറാണ് അൽബത്തയ പള്ളിയിൽ. ഇവിടെ എന്താ പറയാ, അതിനെന്തോട്ടാ പറയാ, എന്തോ പറയല. അവർ പ്രൊവൈഡ് ചെയ്യണത്. മലയാളം കിട്ടണില്ല കേട്ടാ. അതാണ് സെറ്റപ്പ്. കുറച്ച് മുനിസിപ്പാലിറ്റിയുടെ വക താലങ്ങൾ അതിങ്ങനെ ഓരോന്നാക്കി വെക്കും അവിടെ. അതേപോലെ എന്നിട്ട് ആ ബായി കൊടുക്കും. കണ്ട ആ ബായിയുടെ ആ ശരീരം കണ്ടുകൊണ്ടാണ് ആൾക്കാർ പേടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മാരൊക്കെ എന്തായാലും ഇടി ഉണ്ടാക്കിയാണ്. 4-5 പേരാണ് ഇരിക്കണത്. എന്തായാലും ഇടി ഉണ്ടാവും. ഫുഡിൻ്റെ പേരിൽ എന്തായാലും ഇവിടെ എപ്പോഴും ഇടി ഉണ്ടാവണം. ടീമുകളൊക്കെ വയ്യാണ്ടാണ് എത്തിയേക്കണം കേട്ടാ. പണി കുറേ എടുപ്പിച്ചിട്ട് വയ്യ തളർന്ന് വായോർക്കാവുന്നില്ല. അവിടെ ഫോണിൽ നോക്കാനാവുന്നുണ്ട്. അതിനൊക്കെ ഷെഫീക്ക പവറായിട്ട് അങ്ങോട്ട് പണിയെടുക്കണല്ലേ. 5 മണി വരെ നിക്കാലിരിക്കാൻ ഗണിച്ച് പറയണ ആളിന്. എവിടെയാണ് ചിക്കൻ അഫ്സർക്ക പറഞ്ഞ?
പറ പറ. സർക്കാട് കൈയിട്ട് നല്ല ടീമുകളാണ് എടുത്തെടുത്ത് ഇരിക്കണത്. ഒന്നില്ലെങ്കിൽ ഇടിയാവും, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് തിരുന്ന് നഫ്സർക്ക് ജാതി സ്റ്റൈലിലുള്ള മുടി കെട്ടിയേക്കണ്. അത് താജ്മഹല മിനാരം തിരിച്ചു വെച്ചേക്കണത്. ഒരെണ്ണം പൊട്ടിക്കാൻ മാറുന്നു, ഒരെണ്ണം പൊട്ടിക്കാൻ ഷെപ്പിക്കാ കൊടുക്ക്. അല്ല മട്ടന്നൂരല്ലോ, അത് എന്റെ കൂട്ടക്കാരൻ ചോദിച്ചാൽ പറഞ്ഞു ഹോട്ടലിൽ കച്ചവടം ചെയ്യുന്ന അയാളെ മോനെ ജംഗ്ഷനാണ്. അല്ലാ ബാങ്ക് കൊടുത്ത് നമ്മൾ ജിമ്മിലെത്തി ഗൈസ്. പരിപാടി ലെഗിന് പരിപാടി ചെയ്തിട്ട് നമുക്ക് പോകണം. നല്ല ടയേർഡാവും, പട്ടിയാവണ ദിവസമാണ്. അതാണ് നമ്മളെ ജിമ്മ്. ഇന്നിപ്പോൾ ആരുമില്ലാത്ത കാരണം നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാം. ഇത് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ജിമ്മുള്ളൂ. ട്രെഡ്മിൽ നമ്മളിത് ജിമ്മ് കഴിഞ്ഞിട്ട് ജിമ്മ് കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് എക്സ്ട്രാ ഒരു ചോറ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കൻ നമുക്ക് രാത്രി കഴിക്കാനായിട്ടൊന്ന് ആവിയറ്റാം. അതിന് ഞാൻ ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാനായിട്ട് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ അത് ആവി കൊണ്ടോളും. അടിയിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണമല്ലേ, ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയകളുണ്ട്. അത് ശരിയാണോ? ഇഡ്ഡലിച്ചെമ്പൊന്നും ഇല്ല ആവിയേറ്റാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആവിയേറ്റാൻ നമുക്ക് നടപടി ആവോ നോക്കാം. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാമല്ലോ. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്ത് വെച്ചോളൂ. ആവിയേറ്റാൻ വെച്ചിട്ട് കഥ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. വെള്ളം വറ്റിയിട്ട് കണ്ട, പാത്രത്തിലെ വെള്ളം വറ്റി. നമുക്കിത് പാത്രത്തേക്ക് തട്ടാം. അവിടെ വെള്ളം വറ്റി. ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് കഥ ആലോചിച്ച് നിന്നിട്ട് എൻ്റെ പൊന്നി ഇത്തിരി ചോറും ആ ചിക്കൻ പീസും, അതാണ് അപ്പോൾ ഇനി നമ്മളെ ഫുഡ്. അപ്പോൾ ഇത് കഴിക്കാം നമുക്ക്. പൊക്ക ഇതാണ് നമ്മളെ ഡിന്നർ. ഇതിങ്ങനെ കിട്ടിയോണ്ട് ഇങ്ങനെ കഴിക്കണേ, അല്ലേ ഞാൻ കഴിക്കൂല. ആവി 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 ആവി. കൊള്ളാം. ഇന്നലത്തെ ഫുഡൊന്നും പറയേയില്ല. വെള്ളം വറ്റണ വരെ ആവി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായി. സിട്രസ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത പരിപാടി. നമ്മൾ ചിക്കൻ കഴിച്ച് കഴിഞ്ഞിട്ട് സിട്രസ് ഈ സാധനത്തിൽ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് കുടിക്കും. നല്ലൊരു പരിപാടിയാണ് അത്. ഞാൻ ഇപ്പോൾ പിഴിയട്ടെ കേട്ടോ.
1.5 പിഴിഞ്ഞപ്പോഴേക്കും ഏകദേശം പകുതിയായി. ഇതിൽ കാണിക്കണ കണ്ട 1 കപ്പിന് മേലുണ്ട്. അപ്പോൾ 3 ഓറഞ്ച് 3 സിട്രസ് പിഴിഞ്ഞപ്പോഴാണ് 1 കപ്പ് കിട്ടിയത്. ഇത് നമ്മൾ ഗ്രോസറിന്ന് അല്ലെങ്കിൽ കഫ്തീരിയെന്ന് വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു 7 ഉറുപ്യ ഷുവറായിട്ട് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഈ രാജകീയ ലൈഫ് നോമ്പ് കഴിയണവരെ മാത്രം. അപ്പോൾ കുടിക്കട്ടെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ കിടക്കാം. ഞാൻ ദേ കുളിച്ച് മുടിയൊക്കെ ഉണക്കിയിട്ട് ഇങ്ങനെ നിൽക്കണ്. റൂമിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇരുട്ടണ്. അപ്പോൾ അവരെ വെറുപ്പിക്കണ്ട. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.